രണ്ടാം വരവിൽ ഡൊണാൾഡ് ട്രംപ് നിലപാടുകൾ മാറ്റിയോ? ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ ഗസയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ? യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെതിരായി തിരിയുമോ? US-ൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഒട്ടും ആശയക്കുഴപ്പം വേണ്ട, ട്രംപ് മാറിയിട്ടേയില്ല. ജനുവരി 20-ന് മുമ്പ് ഗസയിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണം, ഇല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ പ്രസിഡന്റായി താൻ അധികാരമേൽക്കും മുമ്പ് ബന്ദികളെ വിട്ടയക്കണമെന്നാണ് ട്രംപിൻ്റെ അന്ത്യശാസനം. നവംബർ 5-ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ഗസ വിഷയത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും കടുത്ത നിലപാടാണിത്. ഗസയിൽ വെടിനിർത്തലിനായി ട്രംപ് നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നാലെയാണ് ട്രംപിൻ്റെ പുതിയ പ്രസ്താവന എത്തിയിരിക്കുന്നത്. ബന്ദികളെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്, പക്ഷേ ഈ ചർച്ച മാത്രമേ ഉള്ളൂ, നടപടി ഉണ്ടാകുന്നില്ല. അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന 2025 ജനുവരി 20-ന് മുമ്പ് ബന്ദികളെ വിട്ടയക്കണം, ഇല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരാളും നേരിട്ടിട്ടില്ലാത്ത ശക്തമായ നടപടി തന്നെ ഉണ്ടാകും, അതുകൊണ്ട് ഉടൻ ബന്ദികളെ മോചിപ്പിക്കണം, ട്രംപ് ആവശ്യപ്പെട്ടു. ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്ഹാക്ക് ഹെർസോഗ് രംഗത്ത് വന്നു. നാട്ടിൽ തിരിച്ചെത്തുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും കാണാനായി തങ്ങൾ കാത്തിരിക്കുന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു. 20-കാരനായ ഏതൻ അലക്സാണ്ടറിൻ്റെ വീഡിയോ ആണ് പുറത്തുവിട്ടത്. അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ഇയാൾ ഗസ അതിർത്തിയിൽ സൈനിക സേവനത്തിലിരിക്കെയാണ് ഒക്ടോബർ 7-ന് ബന്ദിയാക്കിയത്. 3.5 മിനിറ്റ് നീളുന്ന വീഡിയോയിൽ തന്നെ തിരികെ എത്തിക്കാൻ ഇസ്രായേൽ സർക്കാർ നടപടിയെടുക്കണമെന്ന് ഏതൻ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി നടപടിയെടുക്കാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ചർച്ച നടത്താൻ നിങ്ങളുടെ സ്വാധീനവും അമേരിക്കയുടെ മുഴുവൻ ശക്തി ഉപയോഗിക്കണം. US പ്രസിഡന്റ് ജോ ബൈഡൻ ചെയ്ത തെറ്റുകൾ താങ്കൾ ഒരിക്കലും ആവർത്തിക്കരുത്. അദ്ദേഹം അയച്ച ആയുധങ്ങൾ ഇപ്പോൾ ഞങ്ങളെ കൊല്ലുകയാണ്. നിയമവിരുദ്ധമായ ഉപരോധം ഞങ്ങളെ പട്ടിണിക്കിടുന്നു. എൻ്റെ സഹ US പൗരനായ ഗോൾസ്ബെർ പോളിനെ പോലെ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അലക്സാണ്ടർ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രംപ് പുതിയ നിലപാട് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്.